ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണല്ലോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അബി കുറച്ചു നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അനു മലബാറിന്ന് രണ്ടാൾക്കാർ വരുന്നുണ്ട്, അവർക്ക് എന്തോ ഗിഫ്റ്റ് തരാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവരിപ്പോ എന്ത് ഗിഫ്റ്റ് തരാനാണ്, എന്താണാവോ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരത്തെ അവർ വന്നായിരുന്നു. അവർ വന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് തന്നു. ഇത് ഞാൻ തുറന്നു നോക്കിട്ടോ. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആകാംക്ഷയൊക്കെ കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്താണെന്ന് അറിയോ, ഇവര് നമുക്ക് തന്നത് പാലട പായസം മിക്സ് ആണ് കേട്ടോ തന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇത് എലൈറ്റിന്റെ ഉണ്ടാ, ഇവിടെ എലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നോട്ട് എനിക്ക് എലൈറ്റ്, ഞാൻ എന്തൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് എലൈറ്റിന്റെ പായസം മിക്സ് മേടിച്ചിട്ട് പായസം ഉണ്ടാക്കി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇവിടെ പോയി തപ്പിക്കഴിഞ്ഞപ്പോ എനിക്ക് ടേസ്റ്റി നിബിൾസിന്റെ കിട്ടിയത്. പക്ഷെ ബ്ലിങ്കിറ്റും സെപ്റ്റോയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് മേടിച്ചു പോയി. അപ്പൊ എനിക്ക് പിന്നെ മേടിക്കാനായിട്ടൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ അവര് കൊണ്ടെത്തുന്നത് എലൈറ്റിന്റെ തന്നെ പാലട പായസം മിക്സ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഓണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റീവ് ഒക്കേഷനൊക്കെ ആരെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോ അത് നമുക്ക് വലിയൊരു സന്തോഷമല്ലേ. അപ്പോ എന്താ പറയാ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടട്ടെ, അവർക്ക് ഒരുപാട് സെയിൽ നടക്കട്ടെ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു സാധനം എനിക്ക് കൊണ്ടുതന്നപ്പോ. കാരണം അവരുടെ ഓരോ കസ്റ്റമേഴ്സിനെ നോക്കി അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ പായസം മിക്സ് കൊടുക്കാന്ന് പറയുമ്പോ അവർ ആ കസ്റ്റമേഴ്സിന് അത്രയും വാല്യൂ നൽകണോണ്ടിട്ടല്ലേ. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ നമ്മള് മലബാറിന്റെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. ഇവിടെ റീസെന്റ് ആണ് മലബാർ തുടങ്ങിയത്. പക്ഷെ ഞാൻ നോസ്പിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന മാല, പിന്നെ ഈ ഒരു നവരത്നത്തിന്റെ ഈ ഒരു സ്റ്റഡ്, ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്. ഇത് മാത്രല്ല, എന്റെ വെഡിങ് സമയത്തുള്ള ഗോൾഡുകളൊക്കെ മേടിച്ചിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ്. ആക്ച്വലി ഭീമേന്നാണ് എല്ലാവരും മേടിക്കാറ്, ചെയിനും കാര്യങ്ങളൊക്കെ മേടിക്കാറ്. പക്ഷെ ഒരു വെഡിങ്ങിലോട്ട് എത്തുമ്പോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ടിനൊക്കെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അവരുടെ മേക്കിംഗ് ചാർജും അച്ഛനും തമ്മിൽ ഒട്ടും യോജിക്കുന്നുണ്ടാവില്ല. ഇവിടെ മേക്കിംഗ് ചാർജ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇവിടെ നിന്ന് എടുക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോന്നു ഭീമേന്ന്. എറണാകുളത്ത് ആ ഒരു ലെയറിൽ തന്നെ ഉണ്ടല്ലോ ഭീമ, മലബാർ, കല്യാൺ. അങ്ങനെ നമ്മൾ മലബാറിൽ കയറിയിട്ടായിരുന്നു ബാക്കിയുള്ള ജ്വല്ലറീസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് ടൈം, അതായത് കല്യാണത്തിന് ആദ്യം കുറച്ച് ഗോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പിച്ചിമുട്ടുമാല, ഒരു കാശുമാല, ഒരു അഷ്ടലക്ഷ്മി. ഇത് മുന്നേ മേടിച്ചു വെച്ചതായിരുന്നു. കല്യാണത്തിന് സമയത്തല്ല, ഇതിന് മുന്നേ മേടിച്ചു വെച്ചതായിരുന്നു. അപ്പോ എനിക്ക് എന്താ പറയാ, കുറച്ചു നാൾ മുന്നേ, ഒരു 5-6 മാസം മുന്നേ എനിക്കിതൊന്നും സെയിൽ ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നു. സെയിലിന്റെ അത്യാവശ്യം വന്നു. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മേടിച്ചത് ലക്ഷ്മി ജ്വല്ലറിന്നാണ്. അപ്പൊ ഈ ലക്ഷ്മി ജ്വല്ലറി പറൂരും കൊടുങ്ങല്ലൂരും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ GRTയിലാണെങ്കിലും മലബാറിലാണെങ്കിലും കല്യാണിലാണെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും. സെയിൽ ചെയ്ത ആ എമൗണ്ട് നമുക്ക് തരില്ല. ആ എമൗണ്ടിന്, അതായത് അവരെന്തോരം, നമ്മളൊരു ഇപ്പൊ നമ്മള് കല്യാണിന്ന് ഒരു ഗോൾഡ് മേടിച്ചു, ആ ഗോൾഡ് നമ്മൾ കല്യാണി തന്നെ സെയിൽ ചെയ്യുമ്പോ എന്തോരം കുറക്കുമോ അതിനേക്കാളും കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗോൾഡിന് അവർ കുറയ്ക്കും. ആ എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് തരത്തില്ല. അവരതിന് അവരുടെ ഗോൾഡ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ അത് വിൽക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരുപാട് ലോസ് ആണ്. ഇപ്പം കേരളത്തിൽ മാത്രം ജീവിച്ച് കേരളത്തിൽ തന്നെ മരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നമ്മള് പുറത്തോട്ടൊക്കെ സഞ്ചരിക്കുന്നവരാണ്, ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇവൻ ബാംഗ്ലൂർ ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, വാട്ടെവർ, നിങ്ങള് എല്ലായിടത്തുള്ള, ഇപ്പൊ മലബാർ ആയിക്കോട്ടെ, കല്യാൺ ആയിക്കോട്ടെ, ഭീമ ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോ ഈ ലക്ഷ്മി ജ്വല്ലറി, പിന്നെ അങ്ങനെ കുഞ്ഞി ജ്വല്ലറികളിൽ നിന്ന്
മാക്സിമം മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ മുത്തൂറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ, പണയം വെക്കാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ ഒരു അസറ്റ് തന്നെയാണ്. പിന്നത്തെ കാര്യം, ഞാൻ എന്റെ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഹാരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുള്ളത്. എനിക്ക് കുഞ്ഞിലേക്ക് മോഡൽ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം വരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഹാരങ്ങള്, നെക്ലസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എന്താ പറയാ, ഇവിടുത്തെ ഒരു കല്യാണിന്ന് അപ്പൊ അവരെനിക്ക് കാണിച്ചു തന്നു അവരുടെ ന്യൂ ലോഞ്ച് ആയിട്ടുള്ള ഒരിത്, എംറാൾഡും റൂബിയും സ്റ്റോൺസ് വെച്ചിട്ട് നമുക്ക് ഈ ബ്രൈഡ്സിനൊക്കെ ഒരു ഫസ്റ്റ് പീസ് ആയിട്ട് ഇടാൻ പറ്റും. 3 lakh ആണ് കേട്ടോ അതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പൊ അതെടുത്ത് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ വെച്ചൊക്കെ നോക്കി. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പറ, ഞാൻ എടുത്തുതരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മള് എന്താ പറയാ, ഞാനിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു, ഞാൻ അബിയും ജാൻവിയും കൂടെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് അയാളതൊക്കെ എടുത്തൊക്കെ തന്നു. നമ്മളതൊക്കെ വെച്ചൊക്കെ നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ജ്വല്ലറിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഹാരം എടുത്ത് കാണിച്ചു തരുന്നതിന് ഒരു മടിയില്ല എന്നുള്ളത്. അതൊരു മലയാളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഇന്ന് നമ്മള് ഒരു ഗോൾഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കല്യാണം വരണം, അല്ലെങ്കിൽ ഇപ്പൊ ജാനിയുടെ കല്യാണം വരണം. എന്നാലൊക്കെയാണ് നമുക്ക് ഈ വലിയ ഹാരങ്ങൾ കൈകൊണ്ട് തൊടാനോ അല്ലെങ്കിൽ മേത്തെടുത്ത് വെച്ച് നോക്കാനോ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നമ്മൾ കക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നുമല്ലല്ലോ പോണം. നമ്മള് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട മേടിക്കും, അല്ലെങ്കിൽ മേടിക്കില്ല. നമ്മൾ നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ വല്ല മോഡലോ എന്തെങ്കിലും ഒക്കെ ആവണം. അപ്പൊ നമുക്ക് ഈ മാലയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഏത് ജ്വല്ലറിയിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട വലിയ ഹാരങ്ങള്, നെക്ലസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കും. ഈവൻ ഡയമണ്ട് ആണെങ്കിലും ഞാൻ മേടിക്കും. ഞാൻ മേടിച്ച് ഞാൻ വെച്ച് നോക്കിയിട്ടൊക്കെ ഞാൻ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ സെയിലിന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ മലബാറില് ഗോൾഡ് വിൽക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ബാക്കിൽ വലിയൊരു നെക്ലസ്, ഇത്രയും നല്ല ഇതായിട്ടുള്ള വലിയൊരു നെക്ലസ് ഇട്ടാ. ദെൻ അതൊരു മുസ്ലിം ടച്ച് ഉണ്ട്. ദെൻ നിറയെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ലൈഫിൽ മേടിക്കാൻ പോണില്ല. ഞാൻ അഭിനോട് എനിക്ക് 2 ടൈപ്പ് ഉണ്ട്. ഞാൻ അഭിനോട് ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ അഭി ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ അത് മേടിച്ച് വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ 2-3 മാല എടുത്തു. മാല മേടിച്ച് വെച്ചൊക്കെ നോക്കി. ദെൻ കാരണം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മൾ സെയിലിന് പോകുമ്പോ. അപ്പൊ അത്ര നേരം വെറുതെ ഇരിക്കേണ്ടത്, എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭീമയിൽ പോയപ്പോ എനിക്ക് അത്രയും വെഡിങ് കളക്ഷൻസ്, അത്രയും ഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ നോർമൽ ചെയിൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന വലിയ 2 ഹാരം ഞാൻ ഇട്ട് നോക്കി. അതില് വെച്ച് നോക്കുമ്പോ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ അതില് ഫുള്ള് സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്റെ കല്യാണ സമയത്ത് ഞാനും അച്ഛനും ഒക്കെ തമ്മിൽ ചേരാത്തത്, എനിക്ക് സ്റ്റോൺ ഉള്ളത് വേണം, പക്ഷെ അച്ഛൻ ജന്മം ചെയ്ത സ്റ്റോണിന്റെ മേടിക്കാൻ സമ്മതിക്കില്ല. കാരണം നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പൈസ കിട്ടത്തില്ല എന്നും പറഞ്ഞുണ്ട്. അപ്പോ എന്താ പറയാ, സത്യം പറഞ്ഞാൽ എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് അതിന്റെ ഇത് മനസ്സിലായത്. നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ മാലയുടെ സ്റ്റോൺസ് അവര് കുത്തിക്കളയണത്. അപ്പോ നിങ്ങൾ സ്റ്റോൺസ് ഉള്ളത് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചോ, പക്ഷെ നിങ്ങൾ കൊടുക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ ജാൻവിക്ക് ഭീമേന്ന് നല്ലൊരു കമ്മലുണ്ട്, നല്ലൊരു മജന്ത, നല്ലൊരു പിങ്ക് കളർ പോലത്തെ നല്ലൊരു സ്റ്റഡ് കമ്മലുണ്ട്, ഒരു പൂ പോലത്തെ ഒരു കമ്മലുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും ഇത് എവിടെന്നാ മേടിച്ചെന്ന് ചോദിക്കും. അപ്പൊ അത് ഞാൻ ഇവിടെന്ന് ഭീമേന്ന് മേടിച്ചതാ, കൊടുങ്ങല്ലൂരിന്ന്. എനിക്കത് സെയിലിനുള്ള എനിക്കൊരു യാതൊരു ഉദ്ദേശവും ഇല്ല. കാരണം ഞാൻ ചിലപ്പോ അവള് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ അവൾക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് മോളുണ്ടായി കഴിയുമ്പോ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും മാറ്റി മറിച്ചൊക്കെ ഇടാം. അതിങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ പൊയ്ക്കോട്ടെ. അതിനുദ്ദേശിച്ച് മേടിച്ചതാണ് ഈ നവരത്നം.
എനിക്ക് കൊടുക്കാനായിട്ടുള്ള യാതൊരുവിധ പ്ലാനും എനിക്കില്ല. അങ്ങനെ അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വലിയൊരു ബിഗ് താങ്ക്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.